ഞാനിപ്പോൾ ഷാർജയിൽ നിന്ന് മോസ്കോയിലേക്ക് പറക്കുന്ന ഒരു വിമാനത്തിനുള്ളിലാണ്. എയർ അറേബ്യ വിമാനത്തിനുള്ളിൽ. താഴെ മേഘപടലങ്ങളാണ്. പുറത്തെ കാഴ്ചകൾക്കായി ഞാൻ നോക്കിക്കൊണ്ടിരുന്നെങ്കിലും മേഘമല്ലാതെ ഒന്നും കാണാനില്ല. ഫ്രണ്ട് റോയിലെ സീറ്റുകളിൽ പലതും ഒഴിഞ്ഞുകിടക്കുന്നു. എനിക്കും അങ്ങനെ ഒരു സീറ്റ് കിട്ടിയതുകൊണ്ട് ഒന്ന് കിടന്ന് ഉറങ്ങി ഉണർന്നിരിക്കുകയാണ്. മോസ്കോയോട് അടുക്കുകയാണെന്നുള്ള അറിയിപ്പ് വന്നു. അതിനൊപ്പം വിമാനം പയ്യെ താഴ്ന്നു തുടങ്ങി. മേഘത്തിന്റെ വലിയ ഖനമുള്ള ഒരു ലെയറിനെ ഭേദിച്ച് ഇറങ്ങണം. മേഘത്തിനടിയിലേക്ക് എത്താനുള്ള ശ്രമത്തിലാണ് വിമാനം. അങ്ങനെ മേഘപാളികളെ മറികടന്നെത്തുമ്പോൾ നിറം കെട്ടുപോയ റഷ്യയുടെ ഭൂമിയാണ് താഴെ. കാരണം മഞ്ഞുകാലം തുടങ്ങിയിരിക്കുന്നു. നവംബർ മാസത്തിലാണ് ഞാൻ ഈ യാത്ര ചെയ്യുന്നത്. നവംബർ മാസമായപ്പോഴേക്കും നല്ല തണുപ്പായി കഴിഞ്ഞു. മരങ്ങളിലെ പച്ചനിറമുള്ള ഇലകളെല്ലാം പഴുത്ത് കരിഞ്ഞ് ഒടുവിൽ ഇപ്പോൾ അവ പൊഴിഞ്ഞു കഴിഞ്ഞു. താഴെ ചില പട്ടണങ്ങളും ജനവാസ കേന്ദ്രങ്ങളും അതിന് സമീപത്തുകൂടി കടന്നു പോകുന്ന ഹൈവേകളുമൊക്കെ കാണാം. മോസ്കോയിൽ കുറച്ച് സംഘർഷമുള്ള സമയത്താണ് ഈ യാത്ര. ഞാനിവിടേക്ക് യാത്ര പുറപ്പെടുന്നതിന്റെ തലേ ദിവസമാണ് മോസ്കോ എയർപോർട്ടിലേക്ക് യുക്രൈൻകാർ ഡ്രോണുകൾ അയച്ച് ഒരാക്രമണം നടത്തിയത്. അതിനെ തുടർന്ന് കുറേ മണിക്കൂറുകൾ വിമാനത്താവളം അടച്ചിടുക പോലും ചെയ്തു. യാത്ര മുടങ്ങുമോ എന്ന് ഞാൻ ഭയപ്പെട്ടു. പക്ഷേ എനിക്ക് യാത്ര ഒഴിവാക്കാൻ പറ്റുമായിരുന്നില്ല. കാരണം സഞ്ചാരത്തിന്റെ ഒരു ടീം റഷ്യയിലേക്ക് 4-5 ദിവസം മുൻപേ യാത്ര പുറപ്പെട്ടിട്ടുണ്ട്. അവർ കസാക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ എന്നീ രാജ്യങ്ങൾ കണ്ട ശേഷം നാളെ മോസ്കോയിലേക്കെത്തും. മോസ്കോയിൽ വെച്ച് എനിക്കും അവരോടൊപ്പം ചേരണം. വിമാനം എയർപോർട്ടിലേക്ക് താഴുകയാണ്. കൃഷിയിടങ്ങൾ നീണ്ടു പരന്നു കിടക്കുന്നു. മോസ്കോ നഗരത്തിന് പുറത്തുള്ള ദൊമോദേദോവോ എന്ന സ്ഥലത്താണ് എയർപോർട്ട്. കൃത്യമായി പറഞ്ഞാൽ മോസ്കോ സിറ്റി സെന്ററിൽ നിന്നും 42 കിലോമീറ്റർ അകലെയാണിത്. വിമാനം ലാൻഡ് ചെയ്തു. വലിയൊരു എയർപോർട്ടാണിത്. എയറോഫ്ലോട്ട് എന്ന റഷ്യയുടെ ആസ്ഥാന വിമാന കമ്പനി ഒഴികെയുള്ള മറ്റു പല വിമാനങ്ങളും ഇവിടേക്കാണ് വരുന്നത്. റഷ്യയിലെ ഏറ്റവും വലിയ ഡൊമസ്റ്റിക് വിമാന കമ്പനിയായ S7 വിമാനമാണിത്. എത്യോപ്യൻ എയർലൈൻസ്, എയർ അറേബ്യ എന്നിങ്ങനെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മറ്റു വിമാനങ്ങളെല്ലാം ഏറ്റവും കൂടുതൽ വരുന്നത് ഈ ദൊമോദേദോവോ എയർപോർട്ടിലേക്കാണ്. മോസ്കോയിൽ ഇപ്പോൾ -2ഉം 3ഉം ഒക്കെയാണ് താപനില എന്നാണ് ഞാൻ ഇവിടേക്ക് പുറപ്പെടുന്നതിന് മുൻപ് ടെമ്പറേച്ചർ കാണിച്ചത്. നമ്മൾ മലയാളികൾക്ക് ഒട്ടും പരിചിതമല്ലാത്ത കാലാവസ്ഥയാണത്. വിമാനം എയ്റോ ബ്രിഡ്ജിനോട് ചേർന്ന് നിശ്ചലമായി. ജീവനക്കാരൊക്കെ തണുത്തു വിറങ്ങലിച്ചാണ് നടക്കുന്നതെന്ന് ഒറ്റ കാഴ്ചയിൽ തന്നെ മനസ്സിലാകും. എമിഗ്രേഷൻ കഴിഞ്ഞു. ഞാൻ ഓൺലൈൻ വിസ എടുത്തിട്ടുണ്ട്. അത് മതി റഷ്യയിലേക്ക്. എനിക്ക് വേണ്ടി വണ്ടിയുമായി ഒരാൾ ഇവിടെ വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അയാൾക്ക് വേണ്ടി കുറേ നേരം കാത്തുനിന്നു. ഡ്രൈവറുടെ ഫോൺ നമ്പർ എനിക്ക് തന്നിട്ടുണ്ട്. അയാളെ വിളിക്കുമ്പോൾ ഉടനെ എത്തുമെന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു 1.5 മണിക്കൂർ കാത്തുനിന്നു. ഒടുവിൽ ആളെത്തി. ഇതാണ് കക്ഷി. അദീൽ എന്നാണ് ആളുടെ പേര്. ഇന്ത്യക്കാരനാണ്. അദീൽ ഇവിടെ ആദ്യമായിട്ടാണ് വരുന്നത്. അതിനാൽ വഴി തെറ്റിപ്പോയി. ഞങ്ങൾ ഏതായാലും ഇവിടെ നിന്ന് ഹോട്ടലിലേക്ക് പോവുകയാണ്. ഹോളിഡേ ഇന്നിന്റെ ഒരു ഹോട്ടലിലാണ് ഞാൻ താമസിക്കുന്നത്. ഇപ്പോൾ അവർ പേരൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട്. എന്താ നിനക്ക് പറ്റിയതെന്ന് ഞാൻ അദീലിനോട് ചോദിച്ചു. അവൻ പറഞ്ഞു, സർ, ഞാൻ ഇവിടെ വന്നിട്ട് 2 മാസമേ ആയിട്ടുള്ളൂ. ഇവിടെ ജോലിക്ക് കയറിയത് ഒരു ട്രാവൽ കമ്പനിയിലാണ്. ഈ എയർപോർട്ടിലേക്ക് ആദ്യമായിട്ടാണ് വരുന്നത്. ദയവ് ചെയ്ത് ഇത്രയും വൈകി എന്നുള്ളത് സാർ ടൂർ കമ്പനിയിൽ പരാതിപ്പെടരുത്. അയാളുടെ നിസ്സഹായാവസ്ഥ മനസ്സിലായതുകൊണ്ട് ഞാനത് സമ്മതിച്ചു. ഞങ്ങൾ എയർപോർട്ടിൽ നിന്ന് സിറ്റിയിലേക്ക് പോവുകയാണ്. ഗൂഗിൾ മാപ്പിൽ നോക്കുമ്പോൾ ഏതാണ്ട് 1.5 മണിക്കൂർ യാത്രയുണ്ട്. സിറ്റി സെന്ററിൽ നിന്നും അത്ര അകലെയാണ് എയർപോർട്ട്. മോസ്കോ സിറ്റിയുടെ പുറത്ത് 2-3 എയർപോർട്ടുകളുണ്ട്. അതിലൊന്നാണ് ഞാൻ വന്നിറങ്ങിയ ദൊമോദേദോവോ വിമാനത്താവളം. പിന്നെ ഷർമത്തിയേവോ എന്ന മറ്റൊരു എയർപോർട്ടുണ്ട്. ഗൂഗിൾ മാപ്പ് നോക്കിയാണ് അതിൽ വണ്ടി ഓടിക്കുന്നത്. ഹോട്ടൽ എവിടെയാണെന്ന് അറിയില്ല. കാരണം 2 മാസമേ ആയിട്ടുള്ളൂ ഇവിടെ വന്നിട്ട്. പാവം ജോലി ചെയ്യാൻ നന്നേ ബുദ്ധിമുട്ടുകയാണ്. ലഖ്നൌവിലാണ് അദീലിന്റെ വീട്. പഠിച്ചത് കമ്പ്യൂട്ടർ സയൻസ് ആണ്. ഡിഗ്രി കഴിഞ്ഞ് ഇവിടെ എത്തി ഡ്രൈവറായി ജോലി ചെയ്യുന്നു.
എത്ര പണം കൊടുത്തു ഇങ്ങോട്ട് വരാനെന്ന് ചോദിച്ചു. അതൊന്നും പറയല്ലേ സാറേ എന്നാണ് മറുപടി. ഉപദ്രവിക്കരുത് എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും ചോദിച്ചില്ല. ഞങ്ങൾ മോസ്കോ നഗരത്തോട് അടുക്കുകയാണ്. ഇത് റഷ്യയാണോ അമേരിക്കയാണോ എന്ന് നമുക്ക് സംശയം തോന്നുന്ന മട്ടിലുള്ള ഇൻഫ്രാസ്ട്രക്ചറും സൗകര്യങ്ങളുമൊക്കെയാണ് പുറത്തു കാണുന്നത്. നമ്മുടെ അറിവിൽ റഷ്യ പഴയ പ്രതാപമൊക്കെ കെട്ടുപോയ നാടാണല്ലോ. അല്ലെങ്കിൽ യുക്രൈനുമായുള്ള യുദ്ധത്തിൽ വിജയിക്കാൻ കഴിയാതെ ദയനീയ അവസ്ഥയിലായ രാജ്യം. അങ്ങനെയൊക്കെ പറയുമ്പോഴും മോസ്കോയിലൂടെ സഞ്ചരിക്കുമ്പോൾ ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ രാജ്യങ്ങളിലൊന്നിലൂടെ സഞ്ചരിക്കുകയാണെന്നേ തോന്നൂ. അത്തരം അടിസ്ഥാന സൗകര്യങ്ങൾ, കെട്ടിടങ്ങളും കാറുകളും ഹൈവേകളുമെല്ലാം അങ്ങനെ തന്നെ. നമുക്ക് റഷ്യയും അമേരിക്കയും തമ്മിൽ, അല്ലെങ്കിൽ ന്യൂയോർക്കും മോസ്കോയും തമ്മിൽ ഒരു വ്യത്യാസവും തോന്നില്ല. 8ഉം 10ഉം വരിയുള്ള പാതകൾ, ഇതൊക്കെ സോവിയറ്റ് കാലത്ത് പണിതത് തന്നെയാണ്. എന്നാൽ പോലും മോസ്കോ ലോകത്തിലെ ഏറ്റവും വലിയ സിറ്റികളിലൊന്നാണ്. യൂറോപ്പിലെ ഏറ്റവും ജനസാന്ദ്രതയേറിയ രണ്ടാമത്തെ നഗരവും. ഗംഭീരമായ മാളുകളാണ് ഈ കാണുന്നത്. അതിമനോഹരമായ ഷോപ്പിംഗ് മാളുകൾ. റഷ്യൻ ഭാഷയിലാണ് ബോർഡുകൾ എന്നതൊഴിച്ചാൽ ഏതോ സമ്പന്ന രാജ്യത്തെ കാഴ്ചകൾ തന്നെ. എല്ലാം സമ്പന്നമാണ്. ആധുനികമായ വിപണിയുടെ എല്ലാ കാഴ്ചകളും ഇവിടെയുണ്ട്. കാർ ഓടിയിട്ടും ഓടിയിട്ടും അങ്ങെത്തുന്നില്ല. ഓരോ സ്ഥലം പിന്നിടുമ്പോഴും പിന്നെയും കാണിക്കുന്നത് 1.5 മണിക്കൂർ എന്നാണ്. വഴി തെറ്റിയോ എന്നെനിക്ക് സംശയമായി. അതിൽ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഇതിനിടയ്ക്ക് പറയുന്നുണ്ട്. കുറെ നേരം ഞങ്ങൾ അങ്ങനെ വിശേഷങ്ങൾ പറഞ്ഞു. അതിലിനിപ്പോഴും പകപ്പ് മാറിയിട്ടില്ല. മോസ്കോയിൽ കൂടി വണ്ടി ഓടിക്കാനുള്ള ധൈര്യമായിട്ടില്ലെന്ന് തോന്നുന്നു. നീ ടെൻഷൻ അടിക്കേണ്ട, ഗൂഗിൾ മാപ്പ് ഉണ്ടല്ലോ, നമുക്ക് കണ്ടുപിടിക്കാം എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഹോട്ടൽ കണ്ടുപിടിക്കാനുള്ള ദൗത്യത്തിലായി. ഇവന് ഒറ്റ അപേക്ഷയേ ഉള്ളൂ. വരാൻ വൈകിയതും വഴി തെറ്റിയതും ഇവരുടെ ടൂർ കമ്പനിയിൽ കംപ്ലൈന്റ് ചെയ്യരുത്. അത് ഞാൻ ഏൽക്കുകയും ചെയ്തു. You will manage all rule regulation and delegates, then you will get good. Otherwise it will depend on your work. താൻ 2 മാസം കൊണ്ട് നേരിട്ട പ്രശ്നങ്ങളൊക്കെയാണ് അതിൽ പറയുന്നത്. റഷ്യൻ പഠിച്ചോ എന്ന് ഞാൻ ചോദിച്ചു. I'm learning. I'm little. കുറച്ചേ പഠിച്ചുള്ളൂ എന്നാണ് മറുപടി. ഒന്നുമായിട്ടില്ല. അടുത്ത 2 മാസം കൊണ്ട് പഠിച്ചേ പറ്റൂ, അല്ലെങ്കിൽ ഇവിടെ ജീവിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഒടുവിൽ ഞാൻ മുറിയെടുത്തിരിക്കുന്ന ഹോട്ടലിന് സമീപമെത്തി. നേരെ മുന്നിൽ കാണുന്ന ആ വലിയ കെട്ടിടമാണ് ഹോട്ടൽ. വലതുവശത്ത് കാണുന്നത് പഴയ റെയിൽവേ സ്റ്റേഷനൊക്കെയാണ്. ഇപ്പോൾ അത് പ്രവർത്തിക്കുന്നില്ല. മനോഹരമായ ഒരു കെട്ടിടമാണ്. റഷ്യൻ ക്ലാസിക് കെട്ടിടം. റെയിൽവേ സ്റ്റേഷന്റെ അപ്പുറം കാണുന്നതാണ് ഹോട്ടൽ, മോസ്കോയിലെ ഹോളിഡേ ഇൻ. ഇപ്പോൾ അതിന്റെ പേര് മാറ്റിയിട്ടുണ്ട്. അതിൽ എന്നെ ഇറക്കിയിട്ട് പോയി. ഞാൻ റിസപ്ഷനിലേക്ക് കയറി ചെന്നു. ചെക്ക് ഇൻ ചെയ്തു. നമ്മുടെ സംഘം അടുത്ത ദിവസം വരുമ്പോൾ ഇവിടെ താമസിക്കുന്നുണ്ട്. നല്ല ഹോട്ടലാണ് ഹോളിഡേ ഇൻ. പക്ഷേ അടുത്ത കാലത്ത് ഇവിടെ ഒരു പ്രശ്നം വന്നു. അമേരിക്കൻ ഉപരോധം വന്നതോടെ ഹോളിഡേ ഇൻ ഉൾപ്പെടെയുള്ള ഇന്നാട്ടിലെ എല്ലാ പാശ്ചാത്യ അസോസിയേഷനുകളും ക്യാൻസലായി. അതിനാൽ ഇപ്പോൾ ഹോളിഡേ ഇൻ അല്ല, ഒരു റഷ്യൻ കമ്പനിയാണ് ഈ ഹോട്ടൽ ഏറ്റെടുത്തു നടത്തുന്നത്. തരക്കേടില്ലാത്ത ഹോട്ടലാണ്. അതിൽ 17ാം നിലയിലെ 6ാം നമ്പർ മുറിയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. മുറിയിലേക്ക് കയറി ചെന്നു. വിശാലമായ നല്ല മുറി. റഷ്യയുടെ നോർത്തേൺ ഭാഗത്തെ സഞ്ചാരമൊക്കെ കഴിഞ്ഞ് നമ്മുടെ സംഘം വന്നാൽ താമസിക്കുന്നത് ഈ ഹോട്ടലിലെ ഇത്തരം മുറികളിലാണ്. ഞാൻ ഇന്നിവിടെ താമസിക്കും. നാളെ ഉച്ചയ്ക്ക് വീണ്ടും എയർപോർട്ടിലേക്ക് പോകും. അവിടെ നമ്മുടെ സംഘം അപ്പോഴേക്കും എത്തിയിരിക്കും. കസാക്കിസ്ഥാനും ഉസ്ബെക്കിസ്ഥാനും ഒക്കെ കണ്ടിട്ട് അവിടേക്ക് വരുന്ന അവരുടെ കൂടെ ഞാൻ ജോയിൻ ചെയ്യും. ഇനി സുഖമായിട്ടൊന്ന് ഉറങ്ങുക എന്നുള്ളതാണ് എൻ്റെ ഇന്നത്തെ പ്രധാന പരിപാടി. ചെന്ന ഉടനെ ഞാൻ ഒന്ന് കുളിച്ച് ഫ്രഷായി. ഇനി ഭക്ഷണം കഴിക്കണം. അതിനുവേണ്ടി തെരുവിലേക്കിറങ്ങി. അപ്പോഴേക്കും ഇരുൾ പരന്നു. 4 മണിയായപ്പോഴേക്കും നേരം ഇരുട്ടിയിരിക്കുന്നു. 3 മണി കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇവിടെ എത്തിയത്. തണുപ്പെന്ന് പറഞ്ഞാൽ കൊടും തണുപ്പാണ്. മോസ്കോയിൽ ഇപ്പോൾ -2 ഡിഗ്രിയാണ് തണുപ്പെങ്കിൽ നമുക്കൊരു -20 ഫീൽ ചെയ്യും. ശീതക്കാറ്റുകൂടി ഉള്ളതിനാലാണത്. തണുപ്പ് സഹിക്കാൻ വയ്യാതെയാണ് കാറുകൾ പോലും കിടക്കുന്നതെന്ന് തോന്നും. ഹോട്ടലിന് മുന്നിൽ കുറച്ചുനേരം ഞാൻ അങ്ങനെ നിന്നു. ഇത്തരം ഹോട്ടലുകളിലൊക്കെ ആളുകൾ ഏതു സമയത്തും വരുന്നു.
മോസ്കോയിലെ ഒരു ജീവിതമാണിത്. ആളുകളെല്ലാം സിഗരറ്റ് വലിക്കും. തണുപ്പ് സഹിക്കവയ്യാത്തതിനാലായിരിക്കണം. നന്നായി വോഡ്കയടിക്കും, സിഗരറ്റും വലിക്കും. അതാണ് റഷ്യക്കാരുടെ ഒരു രീതി. സിറ്റി സർവീസ് നടത്തുന്ന ബസ്സുകൾ, ജോലി കഴിഞ്ഞ് സാധനമൊക്കെ വാങ്ങി വീട്ടിലേക്ക് മടങ്ങുന്നവർ. ഇത് ഒരു ടൂറിസ്റ്റാണ്. പുറത്തേതോ ടൂർ കഴിഞ്ഞ് ഹോട്ടലിലേക്ക് മടങ്ങിയ ടൂർ സംഘത്തിൽപ്പെട്ട സ്ത്രീ ആയിരിക്കണം. റോഡിൽ ടാക്സികളും സിറ്റി ബസ്സുകളും. ഹോട്ടലിനകത്ത് നിന്ന് ചെക്കൗട്ട് ചെയ്ത് ആളുകൾ വരുന്നു. നടക്കാൻ ബുദ്ധിമുട്ടുള്ള 2 സുഹൃത്തുക്കളാണ്. അവരും ടൂറിസ്റ്റുകളായിരിക്കണം. പലതരം ജീവിതങ്ങളാണ് ഇങ്ങനെ ഹോട്ടലിന് മുന്നിൽ നിൽക്കുമ്പോൾ കാണുന്നത്. ഞാൻ നല്ല ജാക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അധികം തണുപ്പറിയുന്നില്ല. മൊറോക്കോ, നോർത്ത് മാസിഡോണിയ, കസാഖിസ്ഥാൻ, സാംബിയ, സിംബാബ്വെ. സഞ്ചാരം പെൻഡ്രൈവ് വോളിയം നമ്പർ 21. അപൂർവ ദൃശ്യ യാത്രാ വിവരണ ശേഖരം ഉടൻ സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995444222. ഇനി അല്പം ഭക്ഷണം കഴിക്കണം. ഇവിടെ ഈ ഹോട്ടലിന് സമീപത്ത് തന്നെ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ഉണ്ടെന്ന് എനിക്കറിയാം. ഹോട്ടലിൽ തന്നെ റെസ്റ്റോറൻ്റ് ഉണ്ട്. പക്ഷേ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ഉണ്ടെങ്കിൽ അത് നേരത്തെ ഒന്ന് കണ്ടുവെക്കുന്നത് നല്ലതാണ്. മുർമാൻസ്ക് എന്ന നോർത്ത് പോളിലേക്കുള്ള യാത്രയാണ് ഇവിടെ നിന്ന് നാളെ തുടങ്ങുന്നത്. നോർത്ത് പോൾ സന്ദർശനത്തിന് ശേഷം സെന്റ് പീറ്റേഴ്സ്ബർഗ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെത്തി ഞങ്ങളുടെ സംഘം തിരികെ മോസ്കോയിലേക്ക് തന്നെ വരും. അന്നേരം ഈ ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലേക്കൊക്കെ നമ്മുടെ ഗസ്റ്റുകളെ കൊണ്ടുവരണം. അങ്ങനെ നടന്ന് അത് കണ്ടുപിടിച്ചു. മസാല ഹൗസ് ഇന്ത്യൻ കുസീൻ എന്ന ബോർഡ്. കയറി ചെല്ലുമ്പോൾ അകത്ത് ഗണപതി മുതൽ സർവ്വ ഹിന്ദു ദൈവങ്ങളുമുണ്ട്. ഒരു ഭാഗത്ത് ഇന്ത്യൻ പ്രതീകമായെന്നോണം തബലയൊക്കെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. തബലയെ ഇന്ത്യൻ കലാപാരമ്പര്യത്തിന്റെ ഒരു ചിഹ്നമെന്ന് വിശേഷിപ്പിക്കാമല്ലോ. അതുകൂടാതെ ഭാരതീയമായ നിറങ്ങളും അലങ്കാരങ്ങളുമൊക്കെയുണ്ട്. ഞാൻ റെസ്റ്റോറൻറ്റിനകത്തേക്ക് കയറി ചെന്നു. കാര്യമായി ആളുകളൊന്നുമില്ല. ഇന്ത്യക്കാരാണ് റെസ്റ്റോറൻറ്റിന്റെ നടത്തിപ്പുകാർ. എന്താണുള്ളതെന്ന് ഞാൻ അന്വേഷിച്ചു. മെനു കൊണ്ടുവന്നു വെച്ചു. കുറേ വിഭവങ്ങളുണ്ട്. മെനു കാർഡിൽ അതിന്റെ എല്ലാം പേര് റഷ്യൻ ഭാഷയിലാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ റഷ്യക്കാരാണ് ഇവിടെ വരുന്നതിൽ കൂടുതലുമെന്ന് മനസ്സിലായി. പിന്നെ ഞാൻ താമസിക്കുന്ന ഹോട്ടലിൽ മുറിയെടുക്കുന്ന ഇന്ത്യൻ ടൂറിസ്റ്റുകളും വരും. ഞാൻ സിംഗ് ഡാവോ എന്ന ഒരു ചൈനീസ് ബിയർ വാങ്ങി. അതിനൊരു പ്രത്യേക നിറമൊക്കെയാണ്. താമസിയാതെ ഭക്ഷണവുമെത്തി. ചീസ് ഗാർലിക് നാനും ദാൽ മഖനിയുമാണ് പറഞ്ഞത്. ദാൽ മഖനി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഉത്തരേന്ത്യൻ വിഭവമാണ്. വെജിറ്റേറിയൻ തന്നെ. അങ്ങനെ ചീസ് ഗാർലിക് നാനും ദാൽ മഖനിയും കൂടി ഒരു പിടുത്തം പിടിച്ചു. ബില്ലുമെത്തി. ഇതിനൊക്കെ വേണ്ടി റഷ്യൻ കറൻസിയായ റൂബിൾ ഞാൻ മാറിയെടുത്തിട്ടുണ്ടായിരുന്നു. ഇദ്ദേഹമാണ് മസാല ഹൗസ് റെസ്റ്റോറന്റിന്റെ നടത്തിപ്പുകാരൻ. നവീൻ എന്നാണ് പേര്. എത്ര വർഷമായി ഈ റെസ്റ്റോറന്റ് തുടങ്ങിയിട്ടെന്ന് ഞാൻ ചോദിച്ചു. നവീനിന്റെ സഹോദരനാണ് ഈ റെസ്റ്റോറന്റ് തുടങ്ങിയത്. ഇവിടുത്തെ ആളുകളുടെ പ്രതികരണം എങ്ങനെയാണെന്ന് ഞാൻ ചോദിച്ചു. Good response. Russian people like Indian food because all this restaurant depend on Russians. Yeah, right. Okay. ചില സമയങ്ങളിൽ ഇന്ത്യക്കാരും വരുമല്ലേ എന്ന് ആരാഞ്ഞു. Sometime Indian tourists also come because in the season of this summer, so many tourists come from India. Indian tourists come, but now the weather is changed. Okay. The tourists now. Okay, it's slow down. Yeah. Yes. Depending on the season. Depending on the season. Okay. റഷ്യക്കാർക്ക് ഇന്ത്യൻ ഭക്ഷണം ഇഷ്ടമാണോ എന്ന് ഞാൻ ചോദിച്ചു. Russian like Indian food. They like all this, but no spicy. But they like Indian food because all restaurants depend on Russians, not on Indians. റഷ്യക്കാർക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഇന്ത്യൻ ഭക്ഷണം ഏതാണെന്ന് അന്വേഷിച്ചു. What is the food they like most? In non-veg, in chicken they like butter chicken, chicken badami korma, chicken tikka masala. In veg they like this veg curry, palak paneer. All these things they like. Okay. Mutton korma in mutton they like mutton korma. And in നവീനോട് നന്ദി പറഞ്ഞ് അവിടെ നിന്നിറങ്ങി. they like all these things. അടുത്ത പ്രഭാതം
ഞാൻ ജാലകത്തിന്റെ കർട്ടൻ മാറ്റി പുറത്തേക്ക് നോക്കുമ്പോൾ ഇതാണ് കാഴ്ച. റോഡിൽ നല്ല തിരക്കുണ്ട്. എന്നാൽ വെളിച്ചം പരന്നിട്ടുമില്ല. വാച്ചിൽ നോക്കുമ്പോൾ എനിക്ക് സംശയമായി. നേരം 9 മണിയാകുന്നു. ഈ ദൃശ്യം കാണുമ്പോൾ അത് വിശ്വസിക്കുമോ? കുറെ കഴിഞ്ഞു. ഒരു കുളി കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചു വന്ന് നോക്കുമ്പോൾ ഇതാണ് സ്ഥിതി. ഇപ്പോൾ നേരം 10:30 കഴിഞ്ഞിരിക്കുന്നു. അങ്ങകലെ ഒരു ടെലിവിഷൻ ടവറുണ്ട്. അതിൽ LED വാളുകൾ ഫിക്സ് ചെയ്തിരിക്കുന്നു. ആ പ്രദേശം കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നു. ഞാൻ പണ്ട് ഈ പ്രദേശത്ത് വന്ന് താമസിച്ചിട്ടുണ്ട്. അടുത്തെവിടെയോ ആണ് കോസ്മോസ് എന്ന ഹോട്ടൽ. ആ ഹോട്ടലിന് മുന്നിലാണ് ആ കാണുന്ന TV ടവർ. ഇന്നലെ ഇവിടേക്ക് വന്നപ്പോൾ കണ്ട റെയിൽവേ സ്റ്റേഷൻ ബിൽഡിംഗ് ആണത്. ഇപ്പോൾ പ്രവർത്തനമില്ലാത്ത റെയിൽവേ സ്റ്റേഷൻ. ഹൈവേയിൽ ഒരു വശത്തേക്ക് മാത്രം വാഹനങ്ങൾ ഒഴുകുന്നത് കാണാം. നഗരത്തിനകത്തേക്ക് വാഹനങ്ങൾ വരുന്നതാണ്. നഗരത്തിന് പുറത്തേക്കുള്ള വലതുവശത്തെ ട്രാക്കിൽ വണ്ടികളേയില്ല. രാവിലെ ഓഫീസിലേക്കും നഗരത്തിലേക്കും വരുന്നവരുടെ തിരക്കാണ് ഇടതുഭാഗത്തെ ട്രാക്കിൽ. ഉച്ചയായപ്പോഴേക്കും ഒരു കാർ വരുത്തി ഞാൻ എയർപോർട്ടിലേക്ക് പോവുകയാണ്. ഷെർമത്തിയേവോ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക്. വർദാൻ എന്നാണ് ഡ്രൈവറുടെ പേര്. അർമേനിയക്കാരനാണ് വർദാൻ. അർമേനിയയിൽ നിന്ന് വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ തൊഴിൽ തേടി വന്നയാൾ. റഷ്യയിൽ ധാരാളം അർമേനിയക്കാരുണ്ട്. നമ്മളെപ്പോലെ അന്യനാടുകളിൽ പോയി ജോലി ചെയ്ത് ജീവിക്കാൻ വിധിക്കപ്പെട്ടവരാണ് അർമേനിയക്കാർ. നഗരത്തിന്റെ വടക്കുഭാഗത്തേക്കാണ് ഞങ്ങൾ പോകുന്നത്. തെക്ക് കിഴക്ക് ഭാഗത്താണ് ഞാൻ ഇന്നലെ വന്നിറങ്ങിയ ദൊമോദേദോവോ ഇന്റർനാഷണൽ എയർപോർട്ട്. ഷെർമത്തിയേവോ എയർപോർട്ടിൽ നിന്ന് വേണം ഇനി യാത്ര തുടരാൻ. ഇങ്ങനെ 2 എയർപോർട്ടുകളിലൂടെയാണ് യാത്ര എന്നതിനാലാണ് ഞാൻ ഒരു ദിവസം നേരത്തെ വന്നത്. കാരണം നഗരത്തെ ക്രോസ് ചെയ്ത് ദൊമോദേദോവിൽ നിന്ന് ഷെർമത്തിയോവിലെത്താൻ 2.5 മണിക്കൂർ യാത്ര ചെയ്യണം. അതിനാലാണ് ഒരു ദിവസം മുൻപേ ഞാൻ മോസ്കോയിലെത്തിയത്. ജോലിക്ക് വേണ്ടി വന്നതാണ് അദ്ദേഹം. ഞങ്ങൾ കഥകളൊക്കെ പറഞ്ഞങ്ങനെയിരുന്നു. ഒരു വശത്ത് വലിയൊരു സ്റ്റേഡിയം കാണാം. മോസ്കോ ഡൈനാമോ സ്റ്റേഡിയമാണത്. റഷ്യയിലെ പ്രശസ്തമായ ഡൈനാമോ ഫുട്ബോൾ ക്ലബിന്റെ ഹോം സ്റ്റേഡിയം. റഷ്യ യുദ്ധത്തിന്റെ നടുവിലാണിപ്പോൾ. യുദ്ധത്തെക്കാൾ പ്രശ്നം ഇവർ വലിയ ഉപരോധത്തിന് നടുവിലാണെന്നതാണ്. പാശ്ചാത്യ ശക്തികൾ മുഴുവൻ ഈ രാജ്യത്തെ ഉപരോധിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ ക്രെഡിറ്റ് കാർഡുകളോ ഓൺലൈൻ ബുക്കിംഗ് ഫെസിലിറ്റികളോ ഒന്നും ഇവിടെ വർക്ക് ചെയ്യില്ല. റൂബിൾ കൊണ്ട് യാത്ര ചെയ്യണം. എന്നെ അത്ഭുതപ്പെടുത്തുന്നത് ഇവിടുത്തെ ഗംഭീരമായ അടിസ്ഥാന സൗകര്യങ്ങളാണ്. റഷ്യയിലൂടെ, പ്രത്യേകിച്ച് മോസ്കോയിലൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഇത് ഉപരോധത്തിലുള്ള രാജ്യമാണെന്നോ യുദ്ധം നടക്കുന്ന രാജ്യമാണെന്നോ നമുക്ക് ഫീൽ ചെയ്യുകയേയില്ല. എല്ലാം സ്വാഭാവികമായി പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. അതിമനോഹരങ്ങളായ കെട്ടിടങ്ങൾ, കോർപ്പറേറ്റ് സ്ഥാപനങ്ങളുടെ ആസ്ഥാനങ്ങൾ, സ്റ്റാലിന്റെ കാലത്ത് പണിത ഗംഭീര കെട്ടിടങ്ങൾ അകലെ കാണാം. മികച്ച റോഡുകൾ, അതിന്റെ ഓരങ്ങളിലെ കെട്ടിടങ്ങൾ, മികച്ച നഗരാസൂത്രണം. മോസ്കോ ലോക നിലവാരമുള്ള ഒരു സിറ്റിയാണ്. സോവിയറ്റ് കാലത്തെ അതിപ്രൗഢമായ മന്ദിരങ്ങൾ ഒരു വശത്ത്, സോവിയറ്റാനന്തര കാലത്ത് വന്ന മോസ്റ്റ് മോഡേൺ കെട്ടിടങ്ങൾ വേറെ. തെരുവോരങ്ങളിൽ പരസ്യ പലകകളൊക്കെയുണ്ട്. എന്നാൽ അത് നഗരത്തെ വൃത്തികേടാക്കുന്നില്ല. ഇപ്പോൾ സമയം 2:30 കഴിഞ്ഞിട്ടേയുള്ളൂ. 2 മണി കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഹോട്ടലിൽ നിന്നിറങ്ങിയത്. 3 മണിയാകുമ്പോൾ എനിക്ക് എയർപോർട്ടിലെത്തണം. 5 മണിക്കാണ് അവിടെ നിന്ന് മുർമാൻസ്ക് എന്ന പട്ടണത്തിലേക്കുള്ള ഫ്ലൈറ്റ്. എയറോഫ്ലോട്ട് വിമാനമാണ്. റഷ്യയിലെ ഏറ്റവും വലിയ എയർലൈനിന്റെ വിമാനം. നഗരം അതിവിസ്തൃതമാണ്. എന്തുമാത്രം വിസ്തൃതമാണെന്ന് നമുക്ക് പറഞ്ഞറിയിക്കാനാവാത്തത്ര വിസ്തൃതം. ഒടുവിൽ കാർ ഷെർമത്തിയേവോ എയർപോർട്ടിലേക്കെത്തി. ഒരു മോസ്റ്റ് മോഡേൺ വിമാനത്താവളമാണ് ഷെർമത്തിയേവോ ഇന്റർനാഷണൽ എയർപോർട്ട്. 2010-നും 2018-നും ഇടയിലുള്ള വർഷങ്ങളിൽ വലിയ തോതിലുള്ള വിപുലീകരണവും ആധുനികവൽക്കരണവും നടന്ന എയർപോർട്ടാണിത്. 4 ടെർമിനലുകളുണ്ട് ഇതിൽ. ദൊമോദേദോവോ എയർപോർട്ടിന് ഒറ്റ ടെർമിനലാണുള്ളത്. രണ്ടാമതൊന്നിന്റെ പണി നടക്കുന്നതേയുള്ളൂ. ഇവിടെ 4 പാസഞ്ചർ ടെർമിനലുകളും ഒരു സ്പെഷ്യൽ ടെർമിനലും മറ്റുമുണ്ട്. ഡൊമസ്റ്റിക് വിമാനങ്ങൾ പുറപ്പെടുന്നിടത്തേക്കാണ് വർദാൻ എന്നെ കൊണ്ടുപോകുന്നത്. Thank you very much. ആൾക്ക് ഇംഗ്ലീഷ് തീരെ അറിയില്ല. പക്ഷേ സ്നേഹപ്രകടനങ്ങളൊക്കെ നടത്തുന്നുണ്ട്. എന്റെ ബാഗൊക്കെ എടുത്തു തന്ന് വർദാൻ വണ്ടിയുമായി പോയി. ഞാൻ ടെർമിനലിലേക്ക് കയറി ചെന്നു.
വളരെ വ്യത്യസ്തമായ ഒരു ആർക്കിടെക്ചറൽ ശൈലിയാണ് ഇവിടുത്തേത്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു എയർപോർട്ടാണ് ഷെർമത്തിയേവോ. ധാരാളം ആളുകൾ റഷ്യയുടെ പല ഭാഗങ്ങളിലേക്ക് പോകേണ്ടവരാണ് കൂടുതലും. ഈ ടെർമിനലിൽ നിന്ന് കൂടുതലും ഡൊമസ്റ്റിക് ഫ്ലൈറ്റുകളാണ്. ഗേറ്റ് അന്വേഷിച്ചാണ് എൻ്റെ നടത്തം. ഇൻഫർമേഷൻ ബോർഡിൽ ചെന്ന് നോക്കി. മുർമാൻസ്കിലേക്കുള്ള ഫ്ലൈറ്റിലേക്ക് B102 നമ്പർ ഗേറ്റിൽ നിന്നാണ് കയറേണ്ടതെന്ന് മനസ്സിലായി. B102 നടക്കുകയാണ്. B102 സഞ്ചാരത്തിന്റെ 40 മലയാളികൾ അടങ്ങുന്ന ഒരു സംഘം എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അവർ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന് എന്നെ വിളിച്ചു പറഞ്ഞിരുന്നു. 102 ഗേറ്റിലേക്ക് പോകുന്ന വഴിക്കെല്ലാം വിവിധ വിഭവങ്ങൾ കിട്ടുന്ന നല്ല റെസ്റ്റോറൻറ്റുകൾ, അറബി വിഭവങ്ങളും എത്തനിക് വിഭവങ്ങളും റഷ്യൻ ഗ്രാമങ്ങളിലുണ്ടാക്കുന്ന ബ്രെഡ് ഉൾപ്പെടെയുള്ള സാധനങ്ങളുമുള്ള കടകൾ. പലതും തനത് ശൈലിയിലാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. ഇത് എയർപോർട്ടാണെന്ന് തോന്നില്ല, ഒരു ഗ്രാമീണ ചായക്കടയാണെന്നേ തോന്നൂ. അത്തരത്തിലുള്ള പല പല റെസ്റ്റോറൻറ്റുകൾ. എയറോഫ്ലോട്ട് വിമാനത്തിന്റെ ഗേറ്റ് കണ്ടുപിടിക്കണം. 102 നമ്പർ ഗേറ്റിലേക്ക് ഞാൻ നടത്തം തുടർന്നു.